ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് തുടക്കം എന്ന് പറയുന്നത് നമ്മുടെ റോബിന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായി. അതായത് വേറൊന്നുമല്ല, വിജിരാജ് എന്ന് പറയുന്ന യൂട്യൂബറെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു അതിന്റെ FIRന്റെ ഒരു കോപ്പിയും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ഇതെന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ബിഗ് ബോസ് സീസൺ 4 വന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. എന്താ പറയാ, ആ ഒരു സീസണിലെ കപ്പ് പുള്ളിക്ക് കിട്ടിയില്ലെങ്കിലും അതിനെക്കാട്ടി ഉപരി ആൾക്കാർ ഒരുപാട് സ്നേഹിച്ച, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വർഷത്തെ വിജയി ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു. ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു മത്സരാർത്ഥി തന്നെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ജനങ്ങളാണ് പുള്ളിക്ക് സപ്പോർട്ടും സ്നേഹവും ഒക്കെ ആയിട്ട് എത്തിയത്. അങ്ങനെ നല്ല രീതിയിൽ ഉയർന്നു വന്ന ഒരാളായിരുന്നു ഡോക്ടർ റോബിൻ. അപ്പൊ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ വിജിരാജ് എന്ന് പറയുന്ന യൂട്യൂബറും വിവി എന്നൊക്കെ പറയുന്ന കുറെ അധികം ആൾക്കാരൊക്കെ ചേർന്നിട്ട് ഈ ഡോക്ടർ റോബിനെതിരെ എന്തൊക്കെയോ ഗൂഢനീക്കങ്ങളും അദ്ദേഹത്തെ തകർക്കാനായിട്ടുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്തു. അതിന്റെയൊക്കെ വോയിസ് റെക്കോർഡും കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എന്താ പറയാ, ഈ വിവി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ ഒരു വിവി എന്ന് പറയുന്ന അവൻ നമ്മുടെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയപ്പോൾ മുതൽ ജാസ്മിന് വെക്കാവുന്നതിൽ പരമാവധി പാരകൾ വെച്ച് വീഡിയോ ചെയ്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഇപ്പൊ വിവിയെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള കുറെ അധികം വിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഉടനെ തന്നെ വിവിയെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്തൊക്കെയോ ഗൂഢാലോചനകളും അതുപോലെ തന്നെ ഈ ഡോക്ടർ റോബിനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ള പുള്ളിക്ക് നെഗറ്റീവ് ആവുന്ന രീതിയിലുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ പറഞ്ഞു പരത്തുകയും, അതുപോലെ ഈ വിജിരാജ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അതിനുശേഷം എന്തൊക്കെയോ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് പുള്ളിയെ വിട്ടു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി അടുത്തത് ഈ വിവി എന്ന് പറയുന്ന ആ ഒരു ചെറുക്കനെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മുടെ ഡോക്ടർ റോബിൻ പുറത്തുവിടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡോക്ടർ റോബിനെയും ആരതി പൊടിയെയൊക്കെ തകർക്കാൻ, അവരുടെ ആ ഒരു റിലേഷനെ കുറിച്ചും അതുപോലെ റോബിനെ തകർക്കാനുള്ള എന്തൊക്കെയോ ഗൂഢ പ്ലാനുകൾ ഇവരെല്ലാരും കൂടെ പ്ലാൻ ചെയ്തിരുന്നു. അപ്പൊ അതൊക്കെ നമ്മുടെ ഡോക്ടർ റോബിൻ അതൊക്കെ കണ്ടുപിടിച്ച് ഓരോരുത്തർക്കായിട്ട് അതിൻ്റെതായ രീതിയിലുള്ള പണികൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ പണി നമ്മുടെ വിജിരാജ് എന്ന് പറയുന്ന ഒരു യൂട്യൂബറിനെ തന്നെ കിട്ടി. പുള്ളിക്കെതിരെ കേസ് കൊടുത്തു, പുള്ളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ അടുത്തത് ഈ വിവി എന്ന് പറയുന്നവനാണ്. അവന്റെ യൂട്യൂബ് ചാനൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ബിഗ് ബോസ് സീസൺ 6 നമ്മുടെ ജാസ്മിനെ കുറിച്ച് ഓൾറെഡി ജാസ്മിൻ ചെയ്ത കാര്യങ്ങളൊന്നും അത്ര ശരിയല്ല എങ്കിൽ പോലും ജാസ്മിന്റെ ഒരു ഫ്രണ്ട് തന്നെയായിരുന്നു ഈ വിവി. അപ്പോ ചാനലിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ജാസ്മിനോടുള്ള എന്തോ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് ജാസ്മിന് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കി, ഉള്ളതും ഇല്ലാത്തതുമായിട്ടൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ജാസ്മിനെ കുറിച്ച് പറയും. അതുപോലെ തന്നെ വോയിസ് റെക്കോർഡുകൾ, ഫോൺ വിളിച്ച വോയിസ് റെക്കോർഡുകളൊക്കെ ഈ വിവി പുറത്തുവിട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ഇപ്പൊ കൂടുതൽ ഓരോരുത്തരും അന്വേഷിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വിവിയാണ് ജാസ്മിൻ ഇത്രത്തോളം നെഗറ്റീവ് ഉണ്ടാക്കിയത്. ജാസ്മിനായിട്ടുള്ള എന്തോ വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലാണ് വിവി ഇങ്ങനെ ചെയ്തതെന്നൊക്കെ പല രീതിയിലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും അടുത്തത് ഈ വിവിയെ പോലീസ് അറസ്റ്റ് ചെയ്യും. പുള്ളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് റോബിൻ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും പണി വരുന്നുണ്ട്. കാരണം എല്ലാരും കൂടെ കയറി ചൊറിഞ്ഞത് റോബിനെയാണ്. അപ്പൊ റോബിൻ അങ്ങനെ വെറുതെ ഇരിക്കത്തൊന്നുമില്ല. പുള്ളിക്കിട്ട് പണിതിട്ടുണ്ടെങ്കിൽ അതിനുള്ള 8ന്റെ പണി തന്നെ പുള്ളി തിരിച്ചു കൊടുക്കും. നല്ലൊരു കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു അല്ലെ നമ്മുടെ ബിഗ് ബോസ് സീസൺ 4 പുള്ളി വിന്നർ ആയില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിലുള്ള വിന്നർ ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ആൾക്കാരുടെ വളർച്ച ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പം എങ്ങനെയും അവരുടെ ആ ഒരു വളർച്ച തകർക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ശ്രമിക്കും. അതിലുള്ള ചില വ്യക്തികളാണ് ഈ വിവി എന്ന് പറയുന്ന, അതും പിന്നെ വിജിരാജ്, അങ്ങനെ കുറച്ചധികം യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടർ റോബിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കേസ് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാം ആരൊക്കെ കുടുങ്ങും, ആരൊക്കെ വന്ന് സത്യങ്ങൾ പറയും എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ എന്തായാലും നമ്മുടെ ഫുൾ സപ്പോർട്ട് ഡോക്ടർ റോബിന്റെ കൂടെയുണ്ട്. കാരണം നല്ലൊരു വ്യക്തി തന്നെയാണ് പുള്ളി. നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതിനുശേഷം പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇനാഗുറേഷൻസ് ഒക്കെ പുള്ളി വന്നു. ഒരുപാട് ആൾക്കാരെ എന്താ പറയാ, നല്ല രീതിയിൽ
ഒരു സിനിമാ നടന് കിട്ടുന്നതിനെക്കാട്ടി പ്രശസ്തിയും പേരും ഒക്കെ കിട്ടിയ ഒരു നല്ലൊരു വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ റോബിൻ. അതുപോലെ തന്നെ ആരതിപ്പൊടിയായിട്ട് ഏകദേശം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. ഈ വരും ഏതോ മാസങ്ങളിലൊക്കെ കല്യാണമാണെന്നൊക്കെ കേൾക്കുന്നു. അപ്പൊ എന്തായാലും നമ്മുടെ ഫുൾ സപ്പോർട്ട് ഡോക്ടർ റോബിനാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കാണുന്നവര് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും.